ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി ഇതാണ് എൻ്റെ ഓണം ഔട്ട്ഫിറ്റ് പ്ലസ് എൻ്റെ ആക്സസറീസും. അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറയിലുള്ള ശ്രീ പൂർണ്ണത്രേശ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ റെഡിയായി. നല്ല ഭംഗിയില്ല ഗൈസ്. ഈ പ്രാവശ്യം തന്നെ ഓണം ഔട്ട്ഫിറ്റ് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ ചെന്നു. അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ പൂക്കളം ഇടാനുള്ള പ്രിപ്പറേഷൻസിലാണ് ഇനി. അപ്പോൾ പൂവൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ പിച്ചിടണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് ചായ കൊണ്ടുവന്നു. അപ്പോൾ ചായ കുടിച്ചു. അപ്പോൾ അതിന് പൂക്കളം ഇട്ടു. അമ്മയാണ് ഓണത്തപ്പം വെക്കുന്നത്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് പൂക്കളം. കാരണം സിമ്പിളാണ്, പക്ഷെ എനിക്കൊന്നും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ടത് കൊണ്ടാവാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീട്ടിലും സാമ്പാറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെയാണ് നമുക്ക് ഓണം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ചേച്ചിയായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ അമ്മ അടുക്കളയിൽ ചേച്ചിയമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. നമ്മൾ തലേ ദിവസവും പോയിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചേച്ചിയമ്മ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യണമല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ മെയിൻ ഹൈലൈറ്റിലേക്ക് കടന്നു, സദ്യ കഴിക്കില്ല. അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു. സദ്യയൊക്കെ കഴിച്ചു. പിന്നെ പായസമൊക്കെ കുടിച്ചിട്ട് ഉറങ്ങിപ്പോയി ഗൈസ്. നമ്മൾ സ്ഥിരം അങ്ങനെ ആണല്ലോ. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ട് നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ഗൈസ്.